സംസ്കൃതത്തിൻ്റെ സ്വരലയങ്ങളിൽ നിന്ന് തമിഴിൻ്റെ പഴമയിലേക്ക്, ഹിന്ദിയുടെ ഉയർച്ചയിൽ നിന്ന് മലയാളത്തിൻ്റെ മാധുര്യത്തിലേക്ക്. ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്കൃതം ഈ രാജ്യത്തിൻ്റെ പുറത്തു നിന്നും കടന്നു വന്ന ഭാഷയാണ്. പക്ഷേ അതിനു മുമ്പേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സംസ്കാരങ്ങളും ഭാഷകളും ഉണ്ടായിരുന്നു. ഭാഷ എന്നത് വെറും വാക്കുകളല്ല, അതൊരു ജനതയുടെ ആത്മാവാണ്. ഓരോ ഭാഷയും ഒരു ജീവിത രീതിയാണ്. അവരുടെ പാട്ടുകളാണ്, അവരുടെ കഥകളാണ്. സംസ്കൃതവും പ്രാകൃതവും പേർഷ്യൻ വാക്കുകളും ചേർന്ന് ഹിന്ദുസ്ഥാനി ജനിച്ചു. പിന്നീട് അത് ഹിന്ദിയായും ഉറുദുവായും വേർതിരിഞ്ഞു പോയി. ഇന്ത്യ എന്ന രാജ്യം ഒരു ഏകീകൃത ഭാഷയോ സംസ്കാരമോ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടതല്ല. ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ ശക്തികൾക്ക് ഒരു ഏകഭാഷാ നയം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇന്ത്യയിലെ ഭാഷകളുടെ ചരിത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സ്വാഗതം. ഒരു പുരാതന നാട്, ആ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന ആയിരക്കണക്കിന് ഭാഷകൾ, അവയുടെ കഥകൾ, സംസ്കാരവുമായുള്ള ബന്ധം, രാഷ്ട്രീയവും ചരിത്രവും അവയെ എങ്ങനെ രൂപപ്പെടുത്തി, നമുക്കടുത്തറിയാം ഈ ചെറിയ വീഡിയോയിൽ. സംസ്കൃതത്തിൻ്റെ സ്വരലയങ്ങളിൽ നിന്ന് തമിഴിൻ്റെ പഴമയിലേക്ക്, ഹിന്ദിയുടെ ഉയർച്ചയിൽ നിന്ന് മലയാളത്തിൻ്റെ മാധുര്യത്തിലേക്ക്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. മനുഷ്യൻ ആദ്യമായി ഈ മണ്ണിൽ സംസാരിച്ചപ്പോൾ ഏകദേശം 1500 BC മുതൽ ഇന്തോ ആര്യൻ ജനത ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അവർ കൊണ്ടുവന്ന ഭാഷയാണ് സംസ്കൃതം. സംസ്കരിക്കപ്പെട്ടത് എന്ന അർത്ഥം വരുന്ന ഈ ഭാഷയിൽ ഋഗ്വേദത്തിൻ്റെ മന്ത്രങ്ങൾ ആലപിക്കപ്പെട്ടു. ഋഗ്വേദം ലോകത്തിലെ ഏറ്റവും പഴയ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ്. അതിൻ്റെ ഓരോ വാക്കും സംസ്കൃതത്തിൻ്റെ ശക്തി വിളിച്ചോതുന്നു. പക്ഷേ ഇന്ത്യയിൽ അപ്പോഴേക്കും മറ്റൊരു ഭാഷാ കുടുംബം ജീവിച്ചിരുന്നു, ദ്രാവിഡ ഭാഷകൾ. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഇവയുടെ പേര് പുരാതന ദ്രാവിഡ ഭാഷകളിലേക്ക് പോകുന്നു. തമിഴിൻ്റെ പഴമയെക്കുറിച്ച് പറയുമ്പോൾ സംഘം സാഹിത്യത്തെ മറക്കാനാവില്ല. ഏകദേശം 300 BC മുതൽ 300 CE വരെയുള്ള കാലത്ത് എഴുതപ്പെട്ട തിരുക്കുറൾ, അഗ്നനന്ദ കവിതകൾ, ഇവ തമിഴിൻ്റെ ആഴവും സൗന്ദര്യവും വെളിവാക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്കൃതം ഈ രാജ്യത്തിൻ്റെ പുറത്തു നിന്നും കടന്നു വന്ന ഭാഷയാണ്. പക്ഷേ അതിനു മുമ്പേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സംസ്കാരങ്ങളും ഭാഷകളും ഉണ്ടായിരുന്നു. അതേസമയം സംസ്കൃതം ഒരു പുരോഹിത ഭാഷയായി വളർന്നു. വ്യാകരണത്തിൻ്റെ പിതാവായ പാണിനി എഴുതിയ അഷ്ടാധ്യായി എന്ന ഗ്രന്ഥം സംസ്കൃതത്തെ ഒരു ശാസ്ത്രീയ ഭാഷയാക്കി മാറ്റി. പക്ഷേ സാധാരണ ജനങ്ങൾ സംസ്കൃതം സംസാരിച്ചിരുന്നില്ല. അവിടെ നിന്നാണ് പ്രാകൃത ഭാഷകൾ ജനിച്ചത്: പാലി, മഹാരാഷ്ട്രി, ശൗരസേനി തുടങ്ങിയവ. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ പാലിയിൽ ജനങ്ങളിലേക്ക് എത്തി. ഒരു ഉദാഹരണം പറയാം. ധർമ്മപദം എന്ന ബുദ്ധമത ഗ്രന്ഥം പാലിയിലാണ്. അത് ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്നു നിന്നു. ഭാഷ എന്നത് വെറും വാക്കുകളല്ല, അതൊരു ജനതയുടെ ആത്മാവാണ്. സംസ്കൃതം വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും ആത്മീയതയുടെ ഭാഷയായി മാറി. അതിൻ്റെ സ്വാധീനം സാഹിത്യത്തിലും കലയിലും വ്യാപിച്ചു. കാളിദാസന്റെ ശാകുന്തളം പോലുള്ള കൃതികൾ സംസ്കൃതത്തിൻ്റെ കാവ്യഭംഗി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ദക്ഷിണേന്ത്യയിൽ തമിഴ് ഒരു സമ്പന്ന സംസ്കാരത്തിൻ്റെ അടയാളമായി മാറി. ചോളന്മാർ തമിഴ് സാഹിത്യത്തിന് പിന്തുണ നൽകി. അവരുടെ ക്ഷേത്രങ്ങളിൽ തമിഴ് ലിഖിതങ്ങൾ കൊത്തിവെച്ചു. പിന്നീട് 9ാം നൂറ്റാണ്ടോടെ മലയാളം തമിഴിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര ഭാഷയായി. രാമചരിതം എന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ നാഴികക്കല്ലുകളിലൊന്നാണ്. അതേസമയം കിഴക്കൻ ഇന്ത്യയിൽ ഒഡിയ, ബംഗാളി, അസമീസ് പോലുള്ള ഭാഷകൾ വളർന്നു. ഒഡിയയിൽ എഴുതപ്പെട്ട മഹാഭാരതം സാരളാദാസിൻ്റെ കൃതി ഒരു ജനകീയ ഭാഷയുടെ ശക്തി കാണിക്കുന്നു. ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ഈ ബന്ധം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്: ഓരോ ഭാഷയും ഒരു ജീവിത രീതിയാണ്. അവരുടെ പാട്ടുകളാണ്, അവരുടെ കഥകളാണ്. നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഇന്ത്യയിൽ പുതിയ ശക്തികളെത്തി. പേർഷ്യക്കാർ, തുർക്കികൾ, മുഗളന്മാർ. അവർ കൊണ്ടുവന്ന പേർഷ്യൻ, അറബി ഭാഷകൾ ഇന്ത്യൻ ഭാഷകളുമായി കൂടിച്ചേർന്നു. ഇതിൽ നിന്നാണ് ഉറുദു ജനിച്ചത്. ലഷ്കറിൻ്റെ ഭാഷ എന്ന് അർത്ഥം വരുന്ന ഉറുദു മുഗൾ ഭരണകാലത്ത് കവിതയുടെയും സംഗീതത്തിൻ്റെയും ഭാഷയായി. മിർസാല ഗാലിബിൻ്റെ ഗസലുകൾ ഓർക്കാതിരിക്കാനാവില്ല. ഹസർത്തോം കി ജുബാൻ എന്ന് ഉറുദുവിനെ വിളിച്ചത് അതിൻ്റെ മാധുര്യം കൊണ്ടാണ്. അതിനിടയിൽ ഹിന്ദി എന്ന പേര് നമുക്ക് പരിചിതമായ ഒരു ഭാഷ ഉത്തരേന്ത്യയിൽ വളർന്നു. സംസ്കൃതവും പ്രാകൃതവും പേർഷ്യൻ വാക്കുകളും ചേർന്ന് ഹിന്ദുസ്ഥാനി ജനിച്ചു. പിന്നീട് അത് ഹിന്ദിയായും ഉറുദുവായും വേർതിരിഞ്ഞു പോയി. അമീർ ഖുസ്രോ എന്ന കവി ഈ ഭാഷയുടെ ആദ്യകാല പ്രയോക്താക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദി പേർഷ്യൻ കവിതകളിൽ നിന്നും ജനപ്രിയമാണ്. ദക്ഷിണേന്ത്യയിൽ വിജയനഗര സാമ്രാജ്യവും തെലുങ്കിനെയും കന്നഡയും പോഷിപ്പിച്ചു. തെലുങ്കിൽ അന്നമയ്യ എഴുതിയ കീർത്തനങ്ങൾ ഒരു സംഗീത പൈതൃകമായി മാറി. മലയാളത്തിൻ്റെ മണിപ്രവാളം എന്ന ശൈലി ഉയർന്നു വന്നു. സംസ്കൃതവും മലയാളവും കലർന്ന ഈ മനോഹര മിശ്രണം ഉണ്ണിയച്ചി ചരിതം പോലുള്ള കൃതികൾ ഈ കാലത്തിൻ്റെ സാക്ഷ്യം കൂടിയായി മാറി. 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ ഒരു പുതിയ ഭാഷ കൂടി കടന്നു വന്നു: ഇംഗ്ലീഷ്. ലോർഡ് മക്കാളെ 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിർബന്ധമാക്കി. പക്ഷേ ഇന്ത്യൻ ഭാഷകൾ മങ്ങിപ്പോയില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ഭാഷ ഒരു ആയുധമായി മാറി. മഹാത്മാഗാന്ധി ഹിന്ദിയെ ഒരു ദേശീയ ഭാഷയായി പ്രോത്സാഹിപ്പിച്ചു.
ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്ന് അവർ മുദ്രാവാക്യം ഉയർത്തി. പക്ഷേ എല്ലാവർക്കും അത് സ്വീകാര്യമായിരുന്നില്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു വലിയ ചോദ്യം ഉയർന്നു: ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്താകും? ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ശക്തമായ എതിർപ്പുയർന്നു. 1965 ഭാഷാ സമരം ഒരു ചരിത്ര സംഭവമാണ്. തമിഴ് ജനത തെരുവിലിറങ്ങി. ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട, തമിഴ് ഞങ്ങളുടെ ജീവനാണ് എന്നവർ ആക്രോശിച്ചു. ഒടുവിൽ 1967 ഇന്ത്യ 28 ഔദ്യോഗിക ഭാഷകളെ അംഗീകരിച്ചു. ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതും ഈ കാലത്താണ്. 1956 മലയാളം സംസാരിക്കുന്നവർക്കായി കേരളം ജനിച്ചു. തെലുങ്കിനായി ആന്ധ്ര, കന്നഡയ്ക്കായി കർണാടക. ഭാഷ ഒരു ഐഡന്റിറ്റിയായി മാറി. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ 19,500-ലധികം ഭാഷകളും ഉപഭാഷകളും സംസാരിക്കപ്പെടുന്നുണ്ട്. ഹിന്ദി ഏറ്റവും വലിയ ഭാഷയാണെങ്കിലും തമിഴ്, ബംഗാളി, മറാഠി, തെലുങ്ക്, മലയാളം ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒരു രസകരമായ കണക്ക് പറയാം. ഇന്ത്യയിലെ ഓരോ 10 കിലോമീറ്ററിലും ഭാഷയുടെ ശൈലി മാറുന്നു. പക്ഷേ എല്ലാം സുഗമമല്ല. യുനെസ്കോ പറയുന്നത് ഇന്ത്യയിലെ 197 ഭാഷകൾ വംശനാശത്തിൻ്റെ വക്കിലാണ്. അന്തമാനിലെ ബോ ഭാഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2010 അവസാനമായി ഇത് സംസാരിക്കുന്ന ആൾ മരിച്ചതോടെ ആ ഭാഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യ എന്ന രാജ്യം ഒരു ഏകീകൃത ഭാഷയോ സംസ്കാരമോ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടതല്ല. ബദലായി ഇത് ഒരു സാംസ്കാരിക മൊസൈക്കാണ്. വിവിധ ഭാഷകൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയുടെ സമന്വയം. ഈ വൈവിധ്യത്തിൻ്റെ കാതൽ തന്നെ ഇന്ത്യയിലെ ഭാഷകളാണ്. ദ്രാവിഡ ഭാഷകളായ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയവയും മറ്റ് ഭാഷാ കുടുംബങ്ങളിൽ നിന്നുള്ള ഭാഷകളും ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം പ്രചാരത്തിൽ വരുന്നതിനും വളരെ മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് തമിഴ് ഭാഷയ്ക്ക് 2000-ലധികം വർഷത്തിലേറെ പഴക്കമുള്ള സാഹിത്യ പാരമ്പര്യമുണ്ട്. അത് സംഘം സാഹിത്യം മുതൽ ആരംഭിക്കുന്നു. ഇത് ഹിന്ദിയുടെ ആദ്യ രൂപത്തിൻ്റെ ഉത്ഭവത്തിനും മുമ്പുള്ളതാണെന്ന് ഓർക്കുക. ഹിന്ദി ഭാഷയെ ദേശീയ ഭാഷയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ്. 1950-ലെ ഭരണഘടനയിൽ ഹിന്ദി ദേവനാഗരി ലിപിയിൽ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടെങ്കിലും ഇംഗ്ലീഷിനൊപ്പം മറ്റ് ഭാഷകൾക്കും പ്രാദേശിക ഔദ്യോഗിക പദവി നൽകി. എന്നാൽ 1960-കളിൽ ഹിന്ദി ഏക ഔദ്യോഗിക ഭാഷയാക്കാനുള്ള ശ്രമങ്ങൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടുകളിൽ ശക്തമായ എതിർപ്പിന് കാരണമായി. 1965-ലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ഉയർന്ന ആശങ്ക ഹിന്ദി അറിയാത്തവർക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, ഭരണം എന്നിവയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നതായിരുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രധാനം അത് ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ അവഗണിക്കുന്നു എന്നതാണ്. ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി ബെൽറ്റ്, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയവ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും അത് മൊത്തം ഇന്ത്യയല്ല. ഉദാഹരണത്തിന് തമിഴ്, ബംഗാളി, മറാഠി, കൊങ്കണി തുടങ്ങിയ ഭാഷകൾക്ക് അവയുടേതായ സാഹിത്യവും സിനിമയും സംഗീതവുമുണ്ട്. അവ ഹിന്ദിയിൽ നിന്നും സ്വതന്ത്രമായി വളർന്നവയാണ്. ഈ ഭാഷകളെ ഒരൊറ്റ ഭാഷയ്ക്ക് കീഴിലടക്കാൻ ശ്രമിക്കുന്നത് അവയുടെ സാംസ്കാരിക സ്വത്വത്തിന് തന്നെ ഭീഷണിയാണ്. ഹിന്ദി പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ ശക്തികൾക്ക് ഒരു ഏകഭാഷാ നയം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ ഇത് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിൽ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ ആശയത്തിന് തീർത്തും വിരുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഭാഷകളുടെ ചരിത്രം ഒരു മഹാസാഗരം പോലെയാണ്. അതിൻ്റെ ആഴവും വിസ്തൃതിയും അത്ഭുതകരമാണ്. ഓരോ ഭാഷയും ഒരു കഥ പറയുന്നു. ഓരോ വാക്കും ഒരു ചരിത്രം പറയുന്നു. ഈ വൈവിധ്യം നമ്മുടെ ശക്തിയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.